LDF വരും എല്ലാം ശരിയാകും എന്നത് ഭരണമുന്നണിയുടെ മുദ്രാവാക്യമായിരുന്നു. എന്നിട്ട് ശരിയായോ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന പപ്പു സ്റ്റൈൽ മറുപടി പോരാ, ശരിയാക്കി തന്നേ മതിയാവും. കാരണം കഴിഞ്ഞ ദിവസം ജോലിസ്ഥലത്തെ പീഡനം മൂലം ടെലിഫോൺ ടവറിന് മുകളിൽ കയറി ആത്മഹത്യാശ്രമം നടത്തിയ ആദിവാസിയായ സർക്കാർ ജീവനക്കാരൻ്റെ രോദനം കേൾക്കേണ്ടതാണ്. കേട്ടേ മതിയാവും. നിങ്ങൾക്ക് വേണ്ട ഉറപ്പെല്ലാം നൽകിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ആൾക്കാർക്കെതിരെ എല്ലാം അന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു ഉറപ്പാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇനി വേറെ വിഷയമൊന്നും ഉണ്ടാവില്ല, ഇറങ്ങി വരണം കേട്ടാ. എൻ്റെ മോളെ കൊന്നതിന് മാത്രമേ ഞാൻ ഇതിനകത്ത് പ്രതികരിച്ചിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് ഗ്രേഡ് കിട്ടാനൊന്നും വേണ്ടിയല്ല, പ്രൊമോഷൻ കിട്ടാനൊന്നുമല്ല. അത് മോൾ എൻ്റെ ഓഫീസിൽ ചോറ് കൊണ്ടുവരുന്ന മോളായിരുന്നു. അതിന് മുമ്പ് തന്നെ ഈ നെൽസൺ എന്ന് പറഞ്ഞ പിയൻ പലപ്പോഴും ഫോണിലൂടെ വിളിച്ച് മോശമായിട്ട് പറയുമായിരുന്നു. അന്നൊക്കെ ഞാൻ അന്നത്തെ DSCയോട് പരാതിപ്പെട്ടെങ്കിലും അത് വില കയറിയാക്കി എടുത്തില്ല. ആ പരാതിയിൽ SIനെ സ്വാധീനിച്ചിട്ട് അത് കഴമ്പില്ലെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ്. ആ പറഞ്ഞതിൻ്റെ 3 ദിവസമായില്ല എൻ്റെ മോളും ആത്മഹത്യ ചെയ്യണത്. സാറിനറിയോ, 16 വർഷം കൊണ്ട് ഞാൻ മേടിക്കുന്ന ശമ്പളം വെറും 13,000 രൂപ. ഇതുകൊണ്ട് ഞാൻ ഇടുക്കി രാജകുമാരി പോയി സർവേ ചെയ്യണം. എനിക്ക് തന്ന പീഡനം, എനിക്ക് തന്ന ശിക്ഷകളാണ് ഇതൊക്കെ. എന്തിനാ സാറേ ജോലി? ഞാൻ തന്നെ ജോലി ഇല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഞാൻ 1 ഏക്കർ ഭൂമിയെങ്കിലും സ്വന്തമായിട്ടുണ്ടായിരുന്നു. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? ഈ ഇരിക്കുന്ന മക്കൾക്കെതിരെ എന്തെല്ലാം പരാതികളാണ് അവിടെ നിന്ന് പോയിരിക്കുന്നത്. ഞങ്ങൾ ഉയരണ്ടേ? നിങ്ങളോടൊപ്പം വരണ്ടേ? ഞങ്ങൾ ഒരു സർക്കാർ ജോലി കെട്ടിപ്പിടിച്ച് പോയെന്നോർത്ത് എൻ്റെ മകളെ വരെ എനിക്ക് നഷ്ടമില്ലേ? ഇതൊക്കെ വലിച്ചെറിഞ്ഞിരുന്നെങ്കിലില്ല എനിക്ക് ജീവിക്കാമായിരുന്നു. ഇന്ന് ഞാൻ ഈ കാണിച്ചതുണ്ടല്ല, മരിക്കാനായിരുന്നു. ഇന്ന് രാവിലെ വന്ന് ഞാൻ DSCയോട് പറഞ്ഞ സാറേ എൻ്റെ കാര്യത്തിനൊരു നീതി തന്നെ വന്നു. കാണാൻ സമ്മതിച്ചില്ല എന്നെ. അയിത്തം കൽപ്പിച്ചവിടെ ഇവിടെ ഉണ്ട് സാറേ, ജാതിയുണ്ട് ഇവിടെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഉണ്ട് ഇവിടെ. എൻ്റെ പെങ്ങൊക്കെ ഉണ്ട് സാറേ, 2 പെങ്ങന്മാർക്ക് അച്ഛനില്ലാത്ത മക്കളുണ്ട്, തമ്പുരാക്കന്മാരുടെ. അതുപോലെ ഞാൻ ഇവരെ കൂട്ടിക്കൊടുക്കണോ? ഇല്ല ഓഫീസർക്ക്. നിങ്ങൾക്കുമില്ല അമ്മയും മക്കളും. ഞാൻ ആദിവാസിയാണെന്ന് പറഞ്ഞ് എന്തും മാത്രം സഹിക്കാനാണ് സാർ. ഇന്ന് ഞങ്ങൾ പള്ളിമുക്കിൽ ഓഡിറ്റോറിയത്തിൽ പോയ സാറേ, ഞങ്ങൾ ആഹാരം മേടിച്ച് കഴിക്കണം, ചോദിച്ചു നോക്കണം. പട്ടിവരെ കമ്മീഷനെ പീഡിപ്പിച്ച് ഇറക്കി വിട്ട് സാറേ. വിളിക്കാത്ത കല്യാണങ്ങളിൽ ഞങ്ങൾ അന്ന് പോകുമായിരുന്നു എച്ചിന് പറയാൻ. അപ്പോൾ ഞങ്ങളെ മാറ്റി നിർത്തുമായിരുന്നു. കീറിയതും മുഷിൻ്റെ ഉടുപ്പുള്ളവരെ അന്ന് പറഞ്ഞ പോലെ പട്ടിവരെ കമ്മീഷൻ, വേറെ എങ്ങുമല്ല. ഞാൻ ഇത്രയും നാൾ ഞാൻ സഹിച്ച് ഒറ്റക്ക് സഹിച്ച്. ഞങ്ങൾക്ക് ജീവിക്കേണ്ടത് സാർ, ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കാൻ പറ. അപ്പോൾ ഓൺലൈൻ വഴി കള്ളു വരുന്നതും കാത്തിരിക്കുന്ന എല്ലാ മാന്യന്മാരായ കുടിയന്മാർക്കും 4 സ്റ്റാർ ഹോട്ടലുകളിൽ ബാർ ലൈസൻസ് കാത്തിരിക്കുന്ന കള്ള് മുതലാളിമാർക്കും പ്രത്യാശാനിർഭരമായ ഒരു ചിങ്ങം ആശംസിച്ച് വിട. ഓണക്കാലത്തെ തരികിടങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നല്ല നമസ്കാരം.